ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പം ഓസിലേറ്റേഴ്സിൽ ആദ്യ സെക്ഷനിൽ നമ്മൾ പറയുന്നത് ഓസിലേറ്റേഴ്സിന്റെ ബേസിക് കൺസിഡറേഷൻസ്, ബേസിക് തിയറിയാണ് ആദ്യം പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഓസിലേറ്റേഴ്സിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ആണ് പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓസിലേറ്റേഴ്സും എങ്ങനെയാണ് ഓസിലേഷൻ നടക്കുന്നതും എന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് സിനുസോയ്ഡൽ ഓസിലേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഡാംപ്ഡ് ഓസിലേഷൻസ് ഉണ്ട്, അതുപോലെ അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഉണ്ട്. ഇതാണ് ഡാംപ്ഡ് ഓസിലേഷൻ അല്ലെ. നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെന്താണ് അവസാനിക്കുന്ന ഒരു ഓസിലേഷൻ ആണ് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അതേസമയം സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഓസിലേഷൻ അതാണ് അൺഡാംപ്ഡ് ഓസിലേഷൻ. എവിടെ വെച്ചിട്ടും അത് അവസാനിക്കുന്നില്ല, അതങ്ങനെ സസ്റ്റൈൻഡ് ആയിട്ട് പോവാണ്. ഇനി ഓസിലേറ്റർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു ബേസിക് ഓസിലേറ്റർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എ സർക്യൂട്ട് വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഓഫ് എനി ഡിസൈർഡ് ഫ്രീക്വൻസീസ് നോൺ ആസ് ഓസിലേറ്ററി സർക്യൂട്ട് ഓർ എ ടാങ്ക് സർക്യൂട്ട് അല്ലേ. എ സിമ്പിൾ ഓസിലേറ്റർ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ കപ്പാസിറ്റർ സി ആൻഡ് ഇൻഡക്ടർ കോയിൽ ആർ എൽ ഇൻ പാരലൽ. അപ്പം നോർമൽ കേസിൽ സി ഉണ്ടായിരിക്കും, എൽ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ആറ് കൂടി ഉണ്ടാവില്ല. അപ്പൊ എൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്യൂർ ഒരു പ്രാക്ടിക്കൽ ഇൻഡക്ടർ ആണെങ്കിൽ അതിന് കൂടെ റെസിസ്റ്റർ കൂടി കാണും. അപ്പോൾ എൽ സി ആർ അത്ര 3 കമ്പോണന്റുകൾ വഴിയാണ് ഇതിൻ്റെ അകത്ത് ഓസിലേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, ഇവിടത്തിൻ്റെ അകത്ത് ഇതൊരു സർക്യൂട്ടാണ്, എൽ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഇതവിടെ ക്ലോസ്ഡ് ആണ്. ആ സമയത്ത് ഈ കോയിലിൻ്റെ അകത്ത് എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ അവിടെ ഈ എനർജി സ്റ്റോർ ചെയ്ത എനർജി, സോ ഇവിടെ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ക്ലോസ് ചെയ്ത സർക്യൂട്ട്, ഈ കപ്പാസിറ്റർ ഓൾറെഡി ചാർജ്ഡ് ആണ്. നോർമൽ കേസിൽ സ്വിച്ച് ഓപ്പൺ ആയി നിൽക്കുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ്ഡ് ആണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിലെ ചാർജ് വന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? നമ്മുടെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യും. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടറിന്റെ അകത്തുള്ള നമ്മുടെ കപ്പാസിറ്ററിന്റെ അകത്തുള്ള ചാർജ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും. തിരിച്ച് വീണ്ടും ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ചാർജ്, ഈ പൊളാരിറ്റി എന്തായി മാറും? തിരിച്ച് ഇങ്ങോട്ടേക്ക് അത് റീസ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. This practical system can be produce electrical oscillations of frequency determined by the values of L and C. Okay. But അടുത്തത് നമുക്ക് ഡാംപ്ഡ് ഓസിലേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ബാധിക്കുന്നത് നോക്കാം. റെസിസ്റ്റീവ് ലോസ്, നമുക്ക് ആ എല്ലിൽ വരുന്ന റെസിസ്റ്റീവ് ലോസ് അതിന് കാരണമാകും. റേഡിയേഷൻ ലോസ് ഇൻ ദ കോയിലിന്റെ അകത്തുനിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കാരണം ഒരു ലോസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡയലക്ട്രിക് ലോസ് ഇൻ ദ കപ്പാസിറ്റർ അല്ലെ, കപ്പാസിറ്റർ വെച്ചിരിക്കുന്ന ഡയലക്ട്രിക് കാരണം ഉണ്ടാകുന്ന ഒരു ലോസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1/2π√L. ഇതൊരു ഒരു കോമൺ ഇക്വേഷൻ ആണ് 1/2π√L എന്ന് പറയുന്നത്. ഡാംപ്ഡ് ഓസിലേഷൻസിന്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അൺഡാംപ്ഡ് ഓസിലേഷൻ ആണെങ്കിൽ, in order to make the oscillations in the tank circuit undamped, എന്ത് ചെയ്യേണ്ടത്? The following conditions must be fulfilled. ഏതൊക്കെ ചെയ്യണം? The amount of energy supplied should be such so as to meet the loss in the tank circuit in the AC energy removed from the circuit by the load. അതായത് ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് സർക്യൂട്ട്, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് എടുക്കുന്ന സിഗ്നൽ അല്ലെങ്കിൽ കറണ്ട് എത്രയാണോ അല്ലെങ്കിൽ എനർജി എത്രയാണോ ആ എനർജി സപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അതിന്റെ AC സോഴ്സ്, അല്ലെങ്കിൽ ആ എനർജി അതിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ കഴിയണം. അത്തരം ഒരു സർക്യൂട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രം അത് സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ദ അപ്ലൈഡ് എനർജി ഷുഡ് ബി ഹാവ് ദ സെയിം ഫ്രീക്വൻസി അല്ലെ. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയിരിക്കുന്ന ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എത്രയാണോ അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുക്കേണ്ട ഫ്രീക്വൻസി എന്ന് പറയുന്നത്. The applied energy should be in phase with the oscillations set up in the tank circuit അല്ലേ. അപ്പം അപ്ലൈഡ് എനർജി കൊടുക്കുന്ന, നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു എനർജിയും അതിലുണ്ടാകുന്ന ഓസിലേഷൻസും എന്തായിരിക്കണം? സെയിം ഫേസിലായിരിക്കണം. ഓക്കെ, അതാണ് ഈ ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി
പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അതാണ് ശരിക്കും നമ്മൾ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത് അല്ലേ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനാണ് നമ്മൾ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ നമ്മൾ പൊതുവെ ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഓക്കെ. എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് പ്രോപ്പർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ക്യാൻ ആക്ട് ആസ് ആൻ ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു വീനിന് കൊടുത്തിട്ടുണ്ട്. വീനിന് ഒരു ആംപ്ലിഫയറിലാണ് കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ വി ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ വി ഔട്ടിൻ്റെ ഒരു പോർഷൻ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി നമ്മൾ ഇൻപുട്ടിലേക്ക് വീണ്ടും കൊടുക്കുന്നുണ്ട്. അതെന്താണ്? ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഫാക്ടറാണ്. ഫീഡ്ബാക്ക് ഫാക്ടർ വഴിയാണ് നമ്മളൊരു ഔട്ട്പുട്ട് എടുത്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ വിന് വി ഔട്ട്, പിന്നെ വി എഫ് ഫീഡ്ബാക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നാൽ എന്താ സംഭവിച്ചു? നമുക്ക് ഇൻപുട്ടിൽ അത് 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻ ഫേസ് ആയിരിക്കും. നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്തായി? ഇൻ ഫേസ് ആണെന്ന് പറയാം. ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. A transistor amplifier with a proper positive feedback will work as an oscillator. The circuit needs only quick trigger signal to start the oscillations. Once the oscillations have started, no external signal source is needed. In order to get continuous undamped output from the circuit, the following conditions must be met. എന്താണ്? MV/AV is equal to 1. അതായത് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക് ഇൻറ്റു ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതാണ് അതിൻ്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഓസിലേറ്ററിൻ്റെ അല്ലെങ്കിൽ ഓസിലേഷനിൽ സസ്റ്റൈൻഡ് ഓസിലേഷൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് MV/AV is equal to 1 ആയിരിക്കണം. ആ ഒരു റിലേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാർക്കോസൺ ക്രൈറ്റീരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ. നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ് ബാർക്കോസൺ ക്രൈറ്റീരിയ എന്തുമായി ബന്ധപ്പെട്ടാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ ഒരുപാട് ബാർക്കോസൺ ക്രൈറ്റീരിയ ചോദിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ബാർക്കോസൺ ക്രൈറ്റീരിയൻ്റെ ഇക്വേഷൻ ഇത് നമ്മൾ ഓപ്ഷൻ തന്നിട്ട് MV/AV equal to 1, MV/AV equal to 0 എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻസ് ഇത് എക്സ്പ്രഷൻ തന്നിട്ട് ഓപ്ഷൻസ് ചോദിക്കാറുണ്ട്. ഇനി എന്താണ് ഒരു ഓപ്പാമ്പ് ഓസിലേറ്ററിൻ്റെ എസെൻഷ്യൽ പാർട്ട്? ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അത് LC ആവാം, RC ആവാം, RL ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഞാനൊരു എക്സാമ്പിളായിട്ട് LC പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പിന്നെ ഓപ്പാമ്പ് ആംപ്ലിഫയർ ഉണ്ടാവും. ഓപ്പാമ്പ് ആംപ്ലിഫയർ റിസീവ് DC പവർ ഫ്രം ദ ബാറ്ററി ആൻഡ് ചേഞ്ച് ഇൻ ടു ദ AC പവർ ഫോർ സപ്ലൈ ടു ദ ടാങ്ക് സർക്യൂട്ട് അല്ലേ. ഓക്കെ. ഫീഡ്ബാക്ക് സർക്യൂട്ട്. The feedback circuit supplies a part of output energy to the tank circuit in the correct phase to aid the oscillations. ഓസിലേഷൻസ് സസ്റ്റൈൻ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ടാങ്ക് സർക്യൂട്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് ഔട്ട്പുട്ട് എടുത്തിട്ട് ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കും അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഒരു ടാങ്ക് സർക്യൂട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ LC ആവാം, RC ആവാം, എന്തും ആവാം. ഓക്കെ. ഇനി ബാർക്കോസൺ ക്രൈറ്റീരിയൻ എന്ന അതിനെക്കുറിച്ച് കുറച്ച് കാലം പറയാണ്. ക്രൈറ്റീരിയൻ ടു പ്രൊഡ്യൂസ് കണ്ടിന്യൂസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ആംപ്ലിഫയർ. എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ? AVF അല്ലെ, ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് AV ഡിവൈഡ് ബൈ 1 - MV/AV ആയിരിക്കണം. 1 - MV/AV. നമ്മൾ ഈ ഒരു കേസിൽ ആംപ്ലിഫയറിൻ്റെ കേസിൽ പഠിച്ചെന്തായിരുന്നു? AV ഡിവൈഡ് ബൈ 1 + MV/AV ആയിരുന്നു. ഇഫ് MV/AV is equal to 1, then AVF is equal to എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ഗെയിൻ ആണ് വരുന്നത് അല്ലേ. ഫീഡ്ബാക്ക് ഫാക്ടറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഗെയിൻ ആയിരിക്കും. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കും? നമ്മുടെ സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ അത് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണത് ഓസിലേഷൻ സംഭവിക്കുന്നത്. ഓക്കെ. The overall phase shift of the feedback circuit and amplifier must be 0 or an integral multiple of 2π. ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 2π, 4π, 6π എന്ന് പറയുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് വരേണ്ടത്. ക്രൈറ്റീരിയൻ ഇസ് എ നെസസറി കണ്ടീഷൻ ഫോർ ദ ഓസിലേഷൻ ബട്ട് നോട്ട് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത് നമുക്ക് സിലബസിൽ ഇല്ലാത്തൊരു ഭാഗമാണ്. എന്നാലും ഈ ഓസിലേറ്റേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു എന്താ പറയുക ബേസിക് പാർട്ടാണ് ഓസിലേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓസിലേഷൻ്റെ ബേസിക് പാർട്ടാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്. 6 ടൈപ്പ് ഓസിലേറ്റേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ,
ക്വാഡ്രേച്ചർ ഓസിലേറ്റർ, സ്ക്വയർ വേവ്, ട്രയാങ്കുലർ ആൻഡ് സോ ടൂത്ത് ജനറേറ്റർ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള സംഗതികൾ. ഓസിലേറ്റേഴ്സും വേവ് ജനറേറ്ററും. വേവ് ജനറേറ്റർ തന്നെയാണ് ശരിക്കും ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഫിഗർ നോക്കിയേ, ഇവിടെ ഒരു ഓപ്പാമ്പ് വെച്ചിട്ടുണ്ട്. ഓപ്പാമ്പ് എന്ത് മോഡലാണ്? ഇൻവെർട്ടിംഗ് മോഡലാണ് ഈ ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഓപ്പാമ്പ് നമ്മളിവിടെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു RC നെറ്റ്വർക്ക് കാണാം. 3 RC നെറ്റ്വർക്ക് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഫിഗർ ഷോസ് ദ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ് ആൻ ഓപ്പാമ്പ് ആസ് ദ ആംപ്ലിഫൈങ് സ്റ്റേജ്. ആംപ്ലിഫൈങ് സ്റ്റേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഓപ്പാമ്പാണ്. RC cascade network at the feedback circuit. Feedback circuit ഒരു cascaded RC network കൂടിയുണ്ട്. The feedback circuit provides feedback voltage from output back to the input of the amplifier. Okay. The op-amp is used to inverting mode. Inverting mode വെച്ചിരിക്കുന്നത്. Therefore, any signal that appears at the inverting terminal is shifted by 180 degree phase shift. ബാക്കി 180 degree additional 180 degree shift ആരുണ്ടാക്കിക്കോളും? ഈ RC നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കോളും. ഓരോ RC നെറ്റ്വർക്കും 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ 60 എന്ന് പറയുമ്പോഴത്തേക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇൻപുട്ടിലേക്കുള്ള ഫീഡ്ബാക്ക് സർക്യൂട്ടിന് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ എന്ത് പറയാം 360 ഡിഗ്രി ആണെന്ന് പറയാം. Okay. Thus the total phase shift around the loop is 360 or 0 degree. At some specific frequency, when phase shift is the cascade RC network is exactly 180 degree and the gain of the amplifier is sufficiently large, the circuit will oscillate at the frequency. അപ്പം ഗെയിൻ ലാർജ് ആവുന്നു, അതോടൊപ്പം തന്നെ 2 ഫേസ് ഷിഫ്റ്റോട് കൂടി 360 ഡിഗ്രി ഇൻ എഫക്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് അതെന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഓസിലേറ്റ് ചെയ്യും. ഈ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു DC ലെവലിലാണ് നമ്മൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അൺസ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ അല്ലാത്തൊരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F0 ആൻഡ് ഈസ് എന്ത് വിളിക്കാം? 1/2π√6 RC എന്ന് വിളിക്കാം അല്ലേ. അല്ലെങ്കിൽ 1/2π RC/√6. അത് നമുക്ക് എങ്ങനെ എഴുതാം? 0.065 ഡിവൈഡ് ബൈ RC എന്ന് എഴുതാം. ഈവൻ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3 ഈക്വൽ ടു R ആണെങ്കിൽ, അതുപോലെ C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു C ആണെങ്കിൽ എന്ത് വിളിക്കാം? എങ്ങനെ എഴുതാം? വോൾട്ടേജ് ഗെയിൻ ഇസ് ഡിവൈഡ് ബൈ മോഡ് ഓഫ് RF ഡിവൈഡ് ബൈ R1 ഇസ് ഈക്വൽ 29. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഒരുപാട് മത്സര പരീക്ഷകളൊക്കെ ഈ സംഭവം ചോദിക്കുന്നതാണ്. 29. അതായത് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഗെയിൻ എത്ര ആയിരിക്കണം? ഷുഡ് ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 29 ആയിരിക്കണം. അപ്പോൾ RFൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? R1ന് 29 മടങ്ങായിരിക്കണം എന്ത്? RF എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇത് ഓസിലേറ്റ് ചെയ്യത്തുള്ളൂ. ഇത്രയാണ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ കാര്യം പറയാൻ. അതിൻ്റെ വേവ് ഫോം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. VZ പ്ലസ് VD1 മൈനസ് VZ പ്ലസ് VD1. ഓക്കെ. അപ്പോൾ VZ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ജനർ ഡയോഡിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ VZ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓസിലേഷനും ആ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് പറഞ്ഞിരിക്കുന്നത്. വാല്യൂസ് ഇത്രയും എടുക്കുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ വാല്യൂ എടുക്കുകയാണെങ്കിൽ 0.5 മില്ലി സെക്കൻഡ്, അതുപോലെ 0.65 F0 എന്ന് പറയുന്നത് 0.065 RC ആണ്. നെക്സ്റ്റ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആയിട്ടാണ്. Because of its simplicity and stability, one of the most commonly used audio frequency oscillator is the Wien bridge oscillator. Wien bridge oscillatorന്റെ ബ്രിഡ്ജ് ആണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ നോർമൽ ബ്രിഡ്ജ് ആണ്. നമ്മുടെ വീൻ ബ്രിഡ്ജിൻ്റെ ഒരു 2 RC നെറ്റ്വർക്കുകൾ പാരലലും വേറൊരു RC നെറ്റ്വർക്ക് ഇവിടെ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. അഡ്ജോയിൻ്റ് ആയിട്ട് ഒരു പാരലൽ സർക്യൂട്ടും ഒരു സീരീസ് സർക്യൂട്ടും ഉണ്ട്. മറ്റൊരു എൻഡിൽ ഒരു R1ഉം പിന്നെ ഒരു RFഉം ഉണ്ട്. RF വരുന്നത് ഇവിടെ ഈ ഒരു ഫീഡ്ബാക്കിലാണ്. ഈ ഓപ്പാമ്പിൻ്റെ ഫീഡ്ബാക്കായിട്ട് RFഉം RNഉം ഉണ്ട്. അതുപോലെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ 2 നെറ്റ്വർക്കുകൾ, ഒരു പാരലും ഒരു സീരീസും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ ഇവിടെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടും അതുപോലെ ഒരു R1ഉം RFഉം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സീരീസും പാരലായിട്ടുള്ള നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു RC നെറ്റ്വർക്ക് കൂടിയുണ്ട്. ഓക്കെ. The bridge has a series RC network in one arm and a parallel RC network in the adjoining arm. In the remaining 2 arms of the bridge resistors R1 and RF are connected. The phase angle criterion for oscillation
is that the total phase shift around the circuit must be 0 degree. This condition occurs only when the bridge is balanced. That is at a resonance. Resonance is bridge balance condition. The frequency of oscillation F0 is exactly the resonant frequency of the balanced Wien bridge and is given by F0 is equal to 1 by 2 pi RC equal to 0.159 divided by RC. This is examine question. Assume that the resistors are equal in value and the capacitors are equal in value in the reactive leg of the Wien bridge. At this frequency, the gain required for the sustained oscillation is given by AV is equal to 1 by beta, B is equal to 3. Now, voltage gain is 29. Voltage gain greater than or equal to 29. In the case of phase shift oscillator, in the case of Wien bridge oscillator, in the case of gain greater than or equal to 3. That is 1 plus RF by R in 3. Or RF is equal to 2 R1. RF in the value R1 in the 2 madangana RF. Okay. In a quadrature oscillator, we have Wien bridge oscillator and equations and a gain or 3 in a quadrature oscillator. As its name implies, the quadrature oscillator generates 2 signals. 2 signals generate in the quadrature oscillator. Sine wave, cosine wave are 2 waves that are in quadrature, that is out of phase by 90 degree. Sine and cos 90 degree difference. Although the actual location of the sine and cosine is arbitrary, in the quadrature oscillator of the figure, the quadrature oscillator figure, output of A1 is labeled and OpAmp. A1, A2 and OpAmp. A1 inverting model, non-inverting model and integrator right configure. A2 and integrator inverting model. On the non-inverting model, inverting model configure. This oscillator A1 is labeled sine and the output A2 is cosine. A1 in the output is sine, A2 in the output is cosine. Sine wave output sine wave cosine wave feedback. The oscillator requires a dual OpAmp with 3 RC combinations. 3 RC combinations and RC combination and RC combination and RC combination. The first OpAmp A1 is operating in the non-inverting mode. The working non-inverting mode signal and appears as a non-inverting integrator. Non-inverting integrator. The second OpAmp A2 is working as a pure integrator. Furthermore, A2 is followed by a voltage divider consisting of R3 and C3. Okay. Within the A2 is second OpAmp working as a pure integrator. We inverting model input signal integrator. That is pure integrator. The feedback circuit with C3 and R3. The divider network forms a feedback circuit, whereas A1 and A2 forms the amplifier stage. A1 and A2 work in the amplifier stage work in the 360 degree around the loop requires for the oscillation. Oscillation 360 degree. Non-inverting amplifier I don't know phase shift inverting amplifier I don't know phase shift 90 degree phase shift input in the sine wave in the 90 degree shift cosine wave adinte output where 90 degree നമുക്ക് ഈ പറയുന്ന RC നെറ്റ്വർക്ക് വരെ കിട്ടുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 90 plus 90 180 degree കിട്ടും. സോ ടോട്ടൽ നമുക്ക് 180 degree ഫേസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ. അപ്പോൾ ഹെൻസ് ഇവിടെ നോക്കിയേ, ഹെൻസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് 270 or 90 degree ഫേസ് ഷിഫ്റ്റ് റിമൈനിങ് എന്താ പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ. ദാറ്റ് OpAmp A2 is a pure integrator and inverter. Hence it contributes 90 degree or to minus 270 degree phase shift. The remaining minus 90 degree or 270 degree of the phase shift needed are obtained by the voltage divider R3 and C3. And the OpAmp A1, the total phase shift of 360 degree, however, is obtained at only frequency F0 is called frequency of oscillation. This frequency is given by
1 by 2 pi RC എന്ന് പറയാം. R1 is C1 equal to R2 C2 equal to R3 C3 equal to RC ആണെങ്കിൽ നമുക്ക് എങ്ങനെ വിളിക്കാം? AV is equal to 1 by B is equal to 1.414 അല്ലേ, വിച്ച് സെക്കൻഡ് കണ്ടീഷൻ ഫോർ ദ ഓസിലേഷൻ. രണ്ടാമത്തെ കണ്ടീഷനാണ്. AV എന്തായിരിക്കണം? 1.414 ആയിരിക്കണം. നേരത്തെ പറഞ്ഞപ്പോൾ 3 കണ്ടീഷൻ പറഞ്ഞു. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണെങ്കിൽ 29, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണെങ്കിൽ 3, അതുപോലെ ക്വാഡ്രേച്ചർ ഓസിലേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1.414 ആയിരിക്കണം. Thus to design a quadrature oscillator for a desired frequency f0, choose a value of C. Then from equation 1, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് R അല്ലേ. ആദ്യം സിൻ്റെ ഒരു വാല്യൂ നമ്മൾ തീരുമാനിക്കുക, എന്നിട്ട് R കണ്ടുപിടിക്കുക. ടു സിംപ്ലിഫൈ ഡിസൈൻ കാൽക്കുലേഷൻസ് ചൂസ് C1 C2 ഈക്വൽ ടു C3 എന്ന് എഴുതാം, അത് എടുക്കണം. അതുപോലെ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3 എടുക്കണം. അഡീഷണൽ എന്ത് പറയാം? R1 മേ ബി പൊട്ടൻഷ്യൽ മീറ്റർ. ഈ R1 എന്ന് പറയുന്നത് എന്താക്കി എടുക്കാം? പൊട്ടൻഷ്യൽ മീറ്റർ എടുക്കാം. ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് R1നെ പൊട്ടൻഷ്യൽ മീറ്റർ ആക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്വാഡ്രേച്ചർ ഓസിലേറ്റർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റ് സ്ക്വയർ വേവ് ജനറേറ്റർ ആണ്. എന്താണ് സ്ക്വയർ വേവ് ജനറേറ്റർ സംഭവിക്കുന്നത്? ഇൻ കോൺട്രാസ്റ്റ് ടു സൈൻ വേവ് ഓസിലേറ്റേഴ്സ്, സ്ക്വയർ വേവ് ഔട്ട്പുട്ട്സ് ആർ ജനറേറ്റഡ് വെൻ ദ OpAmp ഈസ് ഫോഴ്സ്ഡ് ടു ഓപ്പറേറ്റ് ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ അല്ലേ. നമ്മൾ ഒരു ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ സാച്ചുറേഷൻ പ്ലസ് VCCയിലേക്ക് അല്ലെങ്കിൽ പ്ലസ് സാറ്റ് അല്ലെങ്കിൽ മൈനസ് സാറ്റ്, ഈ ലെവലിലേക്ക് നമ്മൾ അതിനെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദി OpAmp ഈസ് ഫോഴ്സ്ഡ് ടു സിങ് റിപ്പീറ്റേറ്റീവ്ലി ബിറ്റ്വീൻ പോസിറ്റീവ് സാച്ചുറേഷൻ പ്ലസ് VSAT ആൻഡ് നെഗറ്റീവ് സാച്ചുറേഷൻ മൈനസ് VSAT അല്ലേ, ഈക്വൽ ടു മൈനസ് VE. ഒന്നെങ്കിൽ പ്ലസ് VCCയിലേക്ക് പോകും അല്ലെങ്കിൽ മൈനസ് VEയിലേക്ക് വരും, റിസൾട്ടിങ് ഇൻ ദ സ്ക്വയർ വേവ് ഔട്ട്പുട്ട്. വൺ സച്ച് സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ. എന്താണ് ഇത് പറയുന്നത്? ഇതാ ശരിക്കൊരു എന്താണ് മൾട്ടി വൈബ്രേറ്റർ ആണ്. പറയുന്നത് സ്ക്വയർ വേവ് ജനറേറ്റർ നമ്മൾ ഉണ്ടാക്കിയിരുന്നത് OpAmp ഉപയോഗിച്ചുള്ള മൾട്ടി വൈബ്രേറ്റർ ആണ്. സ്ക്വയർ വേവ് ആസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അല്ലെ. ദ സ്ക്വയർ വേവ് ജനറേറ്റർ ഈസ് ആൾസോ കോൾഡ് എ ഫ്രീ റണ്ണിംഗ് ആസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ദ ഔട്ട്പുട്ട് ഓഫ് the OpAmp in this circuit will be in positive or negative saturation depending on whether the differential voltage VID is negative or positive respectively. എന്ന് പറയുന്നത് the output of the OpAmp in this circuit will be in positive or negative saturation depending on whether the differential voltage, നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിൽ വരുന്ന OpAmp സർക്യൂട്ട് ഒന്നെങ്കിൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. അതനുസരിച്ച് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ പോസിറ്റീവ് സാച്ചുറേഷനിലേക്കും നെഗറ്റീവ് സാച്ചുറേഷനിലേക്കും പോയിക്കൊണ്ടിരിക്കും. അസ്യൂം ദാറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ C is 0. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ അകത്തുള്ള ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ട് സ്റ്റോറേജ് ചെയ്ത എനർജി എന്ന് പറയുന്നത് 0 ആണ്. ദ വോൾട്ടേജ് 0 ആണ്. വോൾട്ടേജ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ദ DC സപ്ലൈ വോൾട്ടേജ് പ്ലസ് VCC അല്ലേ. അസ്യൂം ദാറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ C is 0 volt. At the instant DC supply voltage plus VCC and minus VV are applied. This means that the voltage at the inverting terminal is 0 initially. At the same instant, however, the voltage V1 at the non-inverting terminal is very small, finite value, that is a function of the output offset voltage Vout and the value of resistors R1 and R2. അപ്പം നമുക്ക് ജനറേറ്റർ ഒരു ഫ്രീക്വൻസി ജനറേറ്ററിലൊക്കെ നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ നമുക്ക് ഒരു ഇൻപുട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവത്തുള്ളൂ അല്ലേ OpAmpൻ്റെ കേസിൽ. അപ്പോൾ അവിടെ ഒരു മേജർ റോള് വഹിക്കുന്നത് നമ്മളെ ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് ആണ്. ഇൻപുട്ടിൽ വരുന്ന ഓഫ്സെറ്റ് വോൾട്ടേജ് ആണ്. അതോടൊപ്പം തന്നെ R1ൻ്റെയും R2ൻ്റെയും വാല്യൂസ് ആണ്. ദസ് ദ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് VID is equal to the voltage V1 at the non-inverting terminal. Although the very small വോൾട്ടേജ് V1 will start to drive the OpAmp into saturation. ചെറിയൊരു വോൾട്ടേജ് കിട്ടിയാൽ മതി V1ൽ, അതെന്ത് ചെയ്യും? അതങ്ങ് സാച്ചുറേഷനിലേക്ക് പോകും, ഔട്ട്പുട്ട് സാച്ചുറേഷനിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് V ഓഫ്സെറ്റ് വോൾട്ടേജ് is positive and that therefore voltage V1 is also positive ആയിരിക്കും അല്ലേ. For example, suppose that the output offset voltage is VOT is positive and that therefore the voltage is V1 is also positive. Since initially the capacitors act as a short circuit, DC ആണ് വന്നിരിക്കുന്നത്. DC വരുമ്പോഴത്തേക്കും DCക്ക് എന്താണ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇനീഷ്യൽ സമയത്ത് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും. The gain of the OpAmp is very large, hence V1 drives the output of the OpAmp to its positive saturation ലേക്ക് പോകും. Plus VSAT with the output voltage of the OpAmp at plus VSAT,
the capacitor C starts charging towards the VSAT. അപ്പം എപ്പോഴാണ് നമ്മുടെ ഔട്ട്പുട്ട് VSATിലേക്ക് പോകുന്ന സമയത്ത് കപ്പാസിറ്റർ VSATിലേക്ക് ചാർജ് ചെയ്യും. എപ്പോഴാണോ however as soon as the voltage V2 across the capacitor is slightly more positive than V1. V1-നേക്കാളും ഒരു പടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ the output of the OpAmp is forced to switch to negative saturation ലേക്ക് minus VSAT. So the OpAmp's output voltage at negative saturation minus VSAT. The voltage V1 across R1 is also negative. Since V1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? R1 divided by R1 plus R2 minus VSAT. Communication 1 എന്ന് കൊടുത്തിട്ടുണ്ട്. Thus the net differential voltage VID is equal to V1 minus V2 is negative, which holds the output of the OpAmp is negative saturation. The output remains in negative saturation until the capacitor C discharges and then reaches to negative voltage slightly higher than the minus V1. Now as soon as the capacitor voltage V2 becomes more negative than minus V1, the net differential voltage VID becomes positive and hence drive the output of the OpAmp back to its positive saturation plus VSAT. This completes one cycle with the output at plus VSAT, voltage V1 at the non-inverting input is. So V1 നമുക്ക് എങ്ങനെ എഴുതാം? R1 divided by R1 plus R2 plus VSAT എന്ന് എഴുതാം. The time period T of the output waveform is given by എന്താണ്? T is equal to 2RC ln 2R1 plus R2 divided by R2. അപ്പോൾ നമുക്ക് F0 എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ഫ്രീക്വൻസി 1/T എഴുതാം അല്ലേ? 1/2RC ln 2R1 plus R2 divided by R2. The equation of 4 indicates that frequency of the output of F0 is not only the function of RC time constant but also the relationship between R1 and R2. For example, if R2 is equal to 1.16 R1, equation 4 becomes എന്താണ്? F0 is equal to 1/2 RC എഴുതാം അല്ലേ? Equation 5 shows that the smaller the RC time constant, the higher the output frequency F0 and the vice versa. A reduced peak-to-peak output voltage swing can be obtained in the square wave generator of the square wave using back-to-back generator at the output. അപ്പോൾ നമുക്ക് ഒരു സാച്ചുറേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 15 വോൾട്ട് പ്ലസ് VCCയും മൈനസ് 15 വോൾട്ട് മൈനസ് VCCയും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? പ്ലസ് VCCയിലേക്കും പോകും മൈനസ് VCCയിലേക്കും പ്ലസ് 15 മൈനസ് 15ലേക്കും പോയി സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു 5.1 അല്ലെങ്കിൽ 5 വോൾട്ടിന് അടുത്തുള്ള വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടതെന്ന് വിചാരിക്കാം. പ്ലസ് VCC മൈനസ് VCC അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് VSAT മൈനസ് VSAT അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു 5.1 രണ്ട് ജനറേറ്റർ എടുത്തിട്ട് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 5.1ൽ അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇനി ട്രയാങ്കുലർ വേവ് ജനറേറ്റർ ആണ്. The output waveform of the integrator is triangular if its input is square wave. This means that a triangular wave generator can be formed by simply connecting an integrator to the square wave generator. നമുക്കറിയാം ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രയാങ്കുലർ വേവ് ആയിരിക്കും. ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചു. ആ സ്ക്വയർ വേവ് ജനറേറ്റർ ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കുലർ വേവ് ജനറേറ്റർ കിട്ടും. ദ റിസൾട്ടൻറ്റ് സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഒരു സ്ക്വയർ വേവ് ജനറേറ്ററും ഒരു ഇൻ്റഗ്രേറ്ററും. This circuit requires a dual OpAmp, 2 capacitors and at least 5 resistors. The frequencies of the square wave and the triangular wave are the same. ആയിരിക്കും ഉറപ്പല്ലേ? നമ്മൾ ഫ്രീക്വൻസി സ്ക്വയർ വേവിൻ്റെ ഫ്രീക്വൻസിനായിരിക്കും എന്തായിരിക്കും ഉണ്ടാവുക? ട്രയാങ്കുലർ വേവിൻ്റെ ഫ്രീക്വൻസിക്കും ഉണ്ടാവുന്നത്. For a fixed R1, R2 and C values, the frequency of the square wave is as well as the triangular wave. It depends on the resistors R. As R is increased or decreased, the frequency of the triangular wave will decrease or increase respectively. Although the amplitude of the square wave is constant, plus or minus VSAT, the amplitude of the triangular wave decreases with an increase in its frequency and vice versa. Then, the amplitude of the square wave is constant, plus VSAT or minus VSAT. The amplitude of the triangular wave, നമുക്ക് അത് കാരണം ഉണ്ടാകുന്ന ട്രയാങ്കുലർ വേവിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ട്രയാങ്കുലർ വേവ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കുലർ വേവ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് വൈസ് വേഴ്സ. അതാണ് ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. The input of triangular A2 is a square wave while its output is a triangular wave.
However, for the output of A2 to be a triangular wave requires that 5R3C2 greater than T/2. അതാണ് കണ്ടീഷൻ. ഇത് എക്സാമിൽ ചോദിക്കുന്നതാണ്, ചില മത്സരപരീക്ഷകൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ ചോദിക്കുന്നതാണ്. Where T is the period of the square wave input. As a general rule, R3C2 should be equal to T ആയിരിക്കണം. To obtain a stable triangular wave, it may also necessary to shunt the capacitor C2 with resistance R4 is equal to 10R3 ആയിരിക്കണം. And connect the offset voltage compensating network at the non-inverting terminal. Non-inverting terminal ഒരു കോമ്പൻസേറ്റിംഗ് സർക്യൂട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവത്തുള്ളൂ. A2 കോമ്പൻസേറ്റിംഗ് നെറ്റ്വർക്ക് അറ്റ് ദ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓഫ് ദി A2. ഇവിടെ ROM എന്ന് പറയുന്ന നെറ്റ്വർക്ക്, ഇതാണ് ഉദ്ദേശിച്ചത്. ROM ഇതാണ് കോമ്പൻസേറ്റിംഗ് നെറ്റ്വർക്ക്. As with any other oscillator, the frequency of the triangular wave generator is limited by the slew rate of the OpAmp. എന്താണ് സ്ലീവ് റേറ്റ്? സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്ന സമയവും ഇൻപുട്ട് കൊടുക്കുന്ന അതേ സമയം തന്നെ ഔട്ട്പുട്ട് കിട്ടണം അല്ലേ? അതാണ് സ്ലീവ് റേറ്റ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല ഓപ്പാമ്പുകൾക്കും സ്ലീവ് റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്ലീവ് റേറ്റ് ഏതാണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ സ്ലീവ് റേറ്റിനേക്കാളും കൂടിയ ഒരു ഫ്രീക്വൻസി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. Okay. The difference between the triangular and the sawtooth waveform is that the rise time of the triangular wave is always equal to its fall time. Next, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്? സോട്ടൂത്ത് വേവ് ജനറേറ്റർ ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ട്രയാങ്കുലർ വേവ് ജനറേറ്റർ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് സോട്ടൂത്ത് വേവ് ജനറേറ്റർ. നമ്മൾ ട്രയാങ്കുലർ വേവ് ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ എന്താ അതിന് നമുക്ക് മനസ്സിലാവുന്നത്, അതിൻ്റെ ഫോളിംഗ് ടൈമും റൈസ് ടൈമും സെയിം ആയിരിക്കും. അതിന് നമ്മൾ അത്തരം വേവ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രയാങ്കുലർ വേവ് എന്ന് വിളിക്കുന്നത്. അത് പ്ലസ് വി സിസിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ മൈനസ് വി റാമ്പ് ടു പ്ലസ് വി റാമ്പും പ്ലസ് വി റാമ്പ് ടു മൈനസ് വി റാമ്പ് പോകുന്നത് കോൺസ്റ്റൻറ്റ് ടൈമിലായിരിക്കും, അല്ലെങ്കിൽ സെയിം ടൈം ആയിരിക്കും അതിനുണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ഒരു സോട്ടൂത്ത് വേവ് ഫോമിനെ നോക്കുകയാണെങ്കിൽ അതിനൊരു അൺഈക്വൽ റൈസ് ആൻഡ് ഫോൾ ടൈമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അൺഈക്വൽ നോക്കി ഇവിടെ ഈ ചെറിയൊരു വേവ് ഫോം നോക്കിയാൽ മനസ്സിലാവും. ഇതിന് റൈസ് ടൈം എന്ന് പറയുന്നത് കൂടുതലും ഫോൾ ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം ഇറ്റ് ഈസ് മേ റൈസ് പോസിറ്റീവ്ലി മെനി ടൈംസ് ഫാസ്റ്റർ ദാൻ ഇറ്റ് ഫോൾസ് നെഗറ്റീവ്ലി ഓർ വൈസ് വേഴ്സ. ദ ട്രയാങ്കുലർ വേവ് ജനറേറ്റർ ക്യാൻ കൺവേർട്ട് ഇൻടു സോട്ടൂത്ത് വേവ് ഫോം ജനറേറ്റ് ബൈ ഇൻജെക്ടിങ് എ വേരിയബിൾ DC വോൾട്ടേജ് ഇൻ ടു ദ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓഫ് ദി ഇൻ്റഗ്രേറ്റർ A2. ദ ഇൻ്റഗ്രേറ്റർ A2ൻ്റെ ഇവിടെ ഒരു DC സപ്ലൈ നമ്മൾ ഇൻജെക്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഈ ഒരു സോട്ടൂത്ത് വേവ് ഫോം ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ സോട്ടൂത്ത് വേവ് ഫോം ജനറേറ്റർ ആക്കിയിട്ട് മാറ്റുന്നത്. This can be accomplished by using a potentiometer and connecting it to a plus VCC and minus VE as shown in figure. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈനസ് VCC പ്ലസ് മൈനസ് VEയും കൊടുത്തിട്ടാണ് ഇവിടെ പ്ലസ് VCC മൈനസ് VEയും കൊടുത്തിട്ടാണ് ഒരു പൊട്ടൻഷ്യോമീറ്ററിന് അക്രോസ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ നമ്മൾ ഈ DC വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുന്നത്. Depending on the R4 setting, a certain DC level is inserted to the output of A2. Now, suppose that the output of A1 is a square wave and the potentiometer R4 is adjusted for certain DC level. This means that the output of A2 will be a triangular wave riding on some DC level that is a function of R4 setting. R4 settings അനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിൻ്റെ സോട്ടൂത്തിൻ്റെ വേവ് ഫോം നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള സോട്ടൂത്തുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. The duty cycle of the square wave will be determined by the polarity and amplitude of the DC level. A duty cycle less than 50% will then cause an output of A2 to be a sawtooth waveform. With the viper at the center, viper എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? ആ വേവ് ഫോം എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ട്രയാങ്കുലർ വേവ് ആയിരിക്കും. The output of A2 is a triangular waveform. എന്നാൽ അത് വേറെ ഏതെങ്കിലും പൊസിഷനാണ്. For any other position of the R4 viper, the output is a sawtooth waveform. Specifically, as the R4 viper is moved towards the minus VE, the rise time of the sawtooth waveform becomes longer than the fall time as shown in figure. On the other hand, as the viper is moved to the plus VCC, the fall time becomes longer than the rise time. Also, the frequency of the sawtooth waveform decreases as R4 is adjusted towards the plus VCC and minus VE. അതുകൂടി ഓർത്തുവയ്ക്കണേ. However, the amplitude of the sawtooth waveform is independent of R4 setting. Amplitude എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? R4നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? R4നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലെക്ചർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.